ആദ്യ ദിനം 47 ലക്ഷം മാത്രം കളക്ഷൻ നേടിയൊരു സിനിമ. കാണാൻ 10 പേരില്ലാത്തതിനാൽ ഷോ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ. അതിൽ നിന്ന് ഒരു ദിവസം 3 കോടി കളക്ഷനിലേക്കുള്ള വമ്പൻ തിരിച്ചുവരവ്. കിഷ്കിന്ധാകാന്ഡം ബോക്സ് ഓഫീസിൽ പുതിയ കളക്ഷൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുമ്പോൾ അവിടെ ആസിഫ് അലി എന്ന നടൻ തന്റെ കരിയറിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടുകയാണ്. തുടരെയുള്ള പരാജയങ്ങൾ, മോശം സിനിമകൾ കാരണം സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ട്രോളുകളും കളിയാക്കലും. പക്ഷെ അപ്പോഴും പ്രകടനത്തിൽ പിന്നോക്കം പോയൊരു ആസിഫ് അലി ചിത്രമില്ല. തനിക്ക് സ്വന്തമായൊരു ലുക്കില്ല എന്ന് ആസിഫ് തന്നെ തമാശ രൂപേണ പറയും പോലെ ഓരോ സിനിമയിലും ലുക്കിലും കഥാപാത്രത്തിന്റെ അവതരണ രീതിയിലും ആസിഫ് അലി തന്നെ പുതുക്കി പണിതുകൊണ്ടിരുന്നു. കണ്ണുകൾ കൊണ്ട് പ്രേക്ഷകനെ അമ്പരിപ്പിച്ച റൊഷാക്കിലെ ദിലീപും, പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിച്ച ഉയരയിലെ ഗോവിന്ദും, പ്രതികാരത്തിന്റെ വക്രബുദ്ധിയുമായി എത്തിയ കൂമലിലെ ഗിരിയുമെല്ലാം പ്രകടനത്തിൽ ഞെട്ടിച്ചവയിൽ ചിലത് മാത്രം. എന്നാൽ പലപ്പോഴും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ ആസിഫ് അലി സിനിമകൾക്കായില്ല. ആസിഫ് അലിയുടെ തന്നെ ബോക്സ് ഓഫീസ് മാതൃകളെ തച്ചുടയ്ക്കുന്ന തരത്തിലാണ് കിഷ്കിന്ധാകാന്ഡം മുന്നേറുന്നത്. ഓണം പോലൊരു ഫെസ്റ്റിവൽ സീസണിൽ കൊമേഴ്ഷ്യൽ എലമെന്റുകൾ ഒന്നുമില്ലാതെ എത്തിയ ചിത്രം. കഥയുടെയും തിരക്കഥയുടെയും ശക്തമായ പ്രകടനത്തിന്റെയും ബലം കൊണ്ട് മാത്രം ആ സിനിമ തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായി ഓടുന്നു. മെല്ലെ തുടങ്ങിയെടുത്തു നിന്ന് അതിവേഗം നിറയെ സ്ക്രീനുകളിലേക്കും ഷോകളിലേക്കും കിഷ്കിന്ധാകാന്ഡം എത്തുന്നു. എന്റർടൈൻമെന്റ് സിനിമകൾ കൊട്ടി ആഘോഷിക്കപ്പെടുന്ന ഓണം സീസണിൽ ഓഫ് ബീറ്റ് എന്ന് പറയാവുന്ന ഒരു സിനിമ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാകുന്നു. പതിവ് ആസിഫ് അലി സിനിമകളുടെ ബോക്സ് ഓഫീസ് ട്രെൻഡുകളെല്ലാം കിഷ്കിന്ധാകാന്ഡം തകർത്തെറിയുന്നു. പുതിയൊരു ട്രെൻഡിന് തുടക്കം കുറിക്കുന്നു. കരിയറിന്റെ തുടക്കം മുതൽ ആസിഫ് പിന്തുടർന്നൊരു ആംഗ്രി യങ് മാൻ ഇമേജ് ഉണ്ടായിരുന്നു. ശുഭിത യൗവനത്തിന്റെ കുപ്പായം അഴിച്ചു വെച്ച് കക്ഷി അമ്മണിപ്പിള്ളയിലും കെട്ടിയോളാണെന്റെ മാലാഖയിലും ആസിഫ് സാധാരണക്കാരന്റെ പ്രതിരൂപമായി. സാധാരണക്കാരനാകുമ്പോൾ അയാളിലെ അഭിനേതാവിനൊരു തിളക്കം അനുഭവപ്പെടാറുണ്ട്. ഇമോഷണൽ സീനുകളിൽ കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന രീതി. കിഷ്കിന്ധാകാന്ഡത്തിലും ആസിഫ് പിന്തുടരുന്നത് അതേ രീതിയാണ്. അയാളുടെ മണ്ണിലേക്ക് ഇറങ്ങി നിന്നാണ് ഞെട്ടിക്കുന്നത്. കാണുന്നവരെ പ്രകടനത്താൽ തന്റെ അടുക്കലേക്ക് ചേർത്ത് നിർത്തുന്നൊരു മാന്ത്രികത. തുടർ പരാജയങ്ങൾ പിന്തുടർന്ന ആസിഫ് അലിക്ക് 2024 ഒരു മികച്ച വർഷമാണ്. മികച്ച സിനിമകളും അതിലേറെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളും. ജിസ്റ്റു ചിത്രം തലവൻ മമ്മൂട്ടിയുടെ ടർബോയ്ക്കൊപ്പമെത്തി ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു. പതിയെ തുടങ്ങി 25 കോടിയോളമാണ് തലവൻ നേടിയത്. അതായത് ആസിഫിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ. തൊട്ടു പിന്നാലെ എത്തിയ ലെവൽ ക്രോസും അഡിയോസ് അമിഗോയും ആസിഫ് അലിയിലെ അഭിനേതാവിനെ പരമാവധി ചൂഷണം ചെയ്തു. 9 മാസത്തിനുള്ളിൽ 4 കഥാപാത്രങ്ങൾ. ആ 4ലും ആസിഫില്ല. പകരമുള്ളത് SI കാർത്തിക്കും രഘുവും പ്രിൻസും അജയനും മാത്രം. ആസിഫ് അലിയുടെ ഓരോ വിജയങ്ങളും പ്രേക്ഷകർക്ക് അത്രമേൽ അടുപ്പമേറിയതാണ്. ഒരു പേഴ്സണൽ വിക്ടറി പോലെ അവർ ആ വിജയങ്ങളെ ചേർത്ത് നിർത്തുന്നു. മലയാള സിനിമകൾക്കും നടന്മാർക്കും അന്യഭാഷാ പ്രേമികൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടുന്ന സമയത്തും ആസിഫ് അലി എന്ന ഗംഭീര അഭിനേതാവ് അവരിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിന് അന്യഭാഷാ സിനിമാ പ്രേമികൾക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യതയിലൂടെ ആസിഫ് അലി എന്ന നടനും അവർക്കിടയിൽ ചർച്ചാ വിഷയമാകുന്നു. ഈ നടൻ ആരാണ്? അയാൾ ഗംഭീരമായി അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്ന് തമിഴ്, തെലുങ്ക്, ഹിന്ദി പ്രേക്ഷകരടക്കം ആരായുമ്പോൾ ആസിഫ് അലി എന്ന് അഭിമാനപൂർവ്വം പറയാവുന്ന തരത്തിൽ അയാളിലെ അഭിനേതാവ് വളർന്നിട്ടുണ്ട്.